ഒടുവിൽ മുട്ടുമടക്കി ഇരട്ട എഞ്ചിൻ സർക്കാർ. അതും പപ്പു എന്ന നാഴികയ്ക്ക് 40 തവണ രാഹുലിനെ വിളിച്ച അതേ ടീം തന്നെ. അതേ രാഹുലിന് മുമ്പിൽ തന്നെ മുട്ടുമടക്കി ഇല്ല, തരില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞവർ തന്നെ ഇപ്പോൾ രാഹുൽ നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെ മുൻപോട്ട് പോയിക്കോളൂ എന്ന് പറയേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അനുമതി നിഷേധിച്ചാലും മണിപ്പൂരിൽ നിന്ന് തന്നെ ഈ യാത്ര തുടങ്ങുമെന്ന രാഹുലിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ BJP മുട്ടുമടക്കിയിരിക്കുന്നത്. ഇനി ഈ യാത്ര മണിപ്പൂരിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കാണ്, BJPയുടെ കോട്ടയിലേക്ക്. അവിടെയാണ് കൂടുതൽ ദിവസം രാഹുൽ പര്യടനം നടത്തുക. 80 സീറ്റുകളും തങ്ങളുടെ പാളയത്തിലേക്ക് എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെയാണ് ആ ഉറപ്പിൽ നാട്ടിയ തൂണുകൾക്ക് ഇളക്കം തട്ടിക്കാൻ രാഹുലിനെ കൊണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ഈ അനുമതി തെളിയുന്നത്. കഴിഞ്ഞ ദിവസം വിറകിന് പോയ 4 പേരെ കാണാതായതടക്കം ഇന്നും മണിപ്പൂർ കലാപഭൂമിയായി തുടരുമ്പോൾ രാഹുലിന്റെ സന്ദർശനം BJPക്ക് വലിയ ക്ഷീണം തന്നെ വരുത്തി തീർക്കുമെന്നുള്ളതിനാൽ BJP സുരക്ഷയുടെ പേരും പറഞ്ഞ് അനുമതി നിഷേധിക്കുകയാണ്. പക്ഷേ കലാപം കൊടുമ്പിരി കൊള്ളുമ്പോൾ രാഹുൽ പോവരുത്, അവിടെ അത്ര സുരക്ഷിതമല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഭയത്തെ കാറ്റിൽ പറത്തി ജാഗ്രതയോടെ വെന്തുരുകുന്ന മനുഷ്യരുടെ അടുത്തേക്ക് പോയി അവരെ ചേർത്ത് പിടിച്ച് ഇരട്ട എഞ്ചിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച രാഹുലിന് മുമ്പിൽ വീണ്ടും വീണ്ടും സുരക്ഷാ പ്രശ്നവും പറഞ്ഞു ചെന്നാൽ നല്ലത് 4 എണ്ണം പറയുക തന്നെ ചെയ്യും അദ്ദേഹം. അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJPക്ക് കനത്ത തിരിച്ചടി സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമേ ഇല്ലാത്തതിനാൽ ബീരേന്ദർ സിംഗ് സർക്കാർ ഒന്നയഞ്ഞു കൊടുത്തു എന്ന് വേണം കരുതാൻ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടനത്തിന് നിബന്ധനകളോടെ അനുമതി നൽകിയിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ. ചുരുക്കം ആളുകൾ ഉൾക്കൊള്ളിച്ച് ഉദ്ഘാടനം നടത്താനാണ് അനുമതി. ഉദ്ഘാടനത്തിന് ആദ്യം സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. ഞായറാഴ്ചയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്നത്. പാലസ് ഗ്രൗണ്ടിൽ ഉദ്ഘാടന ചടങ്ങിൽ ആദ്യം ബീരേന്ദർ സിംഗ് സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം നിബന്ധനകളോടെ അനുമതി നൽകുകയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാം, എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നും അവരുടെ പേര് മുൻകൂട്ടി അറിയിക്കണം. മുഖ്യമന്ത്രിയുടെ പരിപാടി പാലസ് ഗ്രൗണ്ടിൽ അന്നേ ദിവസം ഉണ്ടെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഷ്ടി ചുരുട്ടിയ രാഹുലിന് മുമ്പിൽ അടിയറവ് പറഞ്ഞു BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ.